നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിൽ നേരിട്ടിടപെടുന്ന ശിവഗിരി മഠത്തിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ എവിടെയും. ഇതുവരെയും ഈഴവ സമുദായത്തിൻ്റെ അട്ടിപ്പേർ അവകാശം തനിക്കാണ് എന്ന മട്ടിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ നീക്കങ്ങൾ. എന്നാൽ വെള്ളാപ്പള്ളിയിൽ നിന്ന് മാറ്റൻ ശിവഗിരി മഠം ഇപ്പോൾ തട്ടിയെടുക്കുന്നു. ശിവഗിരി മഠത്തിലെ സന്യാസിമാർ കള്ളന്മാരാണ് എന്ന് പച്ചയ്ക്ക് പ്രതികരിക്കുന്ന വെള്ളാപ്പള്ളിയെ മുച്ചൂടും തീർക്കുന്ന പ്രസ്താവനകളുമായി ശിവഗിരി മഠം മറുവശത്ത്. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾ മൂലം മറ്റു മതസ്ഥർ ഈഴവ സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്യാത്ത സ്ഥിതിവിശേഷത്തിലെത്തി എന്നാണ് ശിവഗിരി മഠം ഇപ്പോൾ പ്രതികരിക്കുന്നത്. ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമികൾ ചിലതൊക്കെ തുറന്നു പറയുന്നു. വെള്ളാപ്പള്ളിയെ സംബന്ധിച്ച് അദ്ദേഹത്തിനൊരു ശീലമുണ്ട്, ശീലിച്ചു വന്ന സംസ്കാരം. ആ സംസ്കാരം വെച്ച് തനിക്ക് പ്രതികരിക്കാൻ കഴിയില്ല എന്നാണ് സച്ചിദാനന്ദ സ്വാമി പറയുന്നത്. വെള്ളാപ്പള്ളിയുടെ നിലപാടുകൾ ഈഴവർക്കേറെ ദോഷം ചെയ്യുന്നുവെന്നാണ് ശിവഗിരി മഠാധിപതിയുടെ വാക്കുകൾ. വെള്ളാപ്പള്ളി എല്ലാ സമുദായങ്ങളെയും ശത്രുക്കളാക്കി അവരെക്കുറിച്ചൊക്കെ കുറ്റങ്ങൾ പറഞ്ഞു. ഫലത്തിൽ എന്തു സംഭവിക്കുന്നു? ഈഴവ സമുദായം അടക്കമുള്ള പിന്നോക്ക സമുദായ സ്ഥാനാർത്ഥികൾ നിൽക്കുമ്പോൾ മറ്റു സമുദായക്കാർ വോട്ട് ചെയ്യാതെ പോകുന്നു. ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമി ഒരു കോൺഗ്രസ്സുകാരനാണ്. ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ തങ്ങളുടെ 18 പേരെ ഉൾപ്പെടുത്തണമെന്ന് സ്വാമി ശഠിച്ചിരുന്നു. കെ സുധാകരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അടൂർ പ്രകാശ് എന്നിവർക്ക് മതിയായ പ്രാതിനിധ്യം നൽകണമെന്ന ശിവഗിരി മഠത്തിനു വേണ്ടി സച്ചിദാനന്ദ സ്വാമിയാണ് ഏറ്റവും അധികം സമ്മർദ്ദം ചെലുത്തിയത്. കൊടിക്കുന്നിൽ സുരേഷിനെ KPCC അധ്യക്ഷനാക്കണമെന്ന ആവശ്യവും സച്ചിദാനന്ദ സ്വാമി മുന്നോട്ട് വച്ചു. ദേശീയ നേതൃത്വത്തിൽ ധാരാളം ദളിത് പ്രസിഡന്റുമാർ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ അതൊന്നും സംഭവിച്ചിട്ടില്ല. കൊടിക്കുന്നിൽ സുരേഷിനെ പോലെയുള്ളവരെ പരിഗണിക്കണമെന്നാണ് സച്ചിദാനന്ദ സ്വാമി കോൺഗ്രസ് ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത്. പിന്നോക്ക വിഭാഗങ്ങളെ അവഗണിക്കുന്നു എന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് LDFനെതിരെയും കോൺഗ്രസിനെതിരെയും നേരത്തെ സച്ചിദാനന്ദ സ്വാമി രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ സച്ചിദാനന്ദ സ്വാമി കോൺഗ്രസിനോട് അടുക്കുന്ന കാഴ്ച. 30 വർഷം മുമ്പ് MLA ആയ ശരത്ചന്ദ്ര പ്രസാദിനെ പോലെയുള്ളവരെ കോൺഗ്രസ് ഇപ്പോൾ പരീക്ഷിക്കുന്നതിന് പിന്നിലും ശിവഗിരി മഠത്തിൻ്റെ ഇടപെടലുകൾ. ഈഴവ സമുദായ വോട്ടുകൾ പരമാവധി ആകർഷിക്കാനുള്ള ശ്രമം കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നു. ഒരു വശത്ത് കേരളത്തിലെ മുസ്ലിം സമുദായ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിൽ വീഴുമെന്ന് ഉറപ്പിച്ച കോൺഗ്രസ് ഇപ്പോൾ പയറ്റുന്നത് ഈഴവ വോട്ടുകൾക്ക് വേണ്ടിയുള്ള നീക്കങ്ങൾ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾക്ക് മുൻപാണ് കോടതി വെള്ളാപ്പള്ളി നടേശനെ SNDPയിൽ നിന്ന് പുറത്താക്കിയത്. ഇതോടെ വെള്ളാപ്പള്ളിക്കെതിരെ രൂക്ഷ പ്രതികരണങ്ങൾ സച്ചിദാനന്ദ സ്വാമി നടത്തി. കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനം കഴിഞ്ഞ് 9 വർഷമായി വാർഷിക റിട്ടേൺ സമർപ്പിച്ചില്ല എന്ന് കണ്ടെത്തിയായിരുന്നു വെള്ളാപ്പള്ളിക്കെതിരെയും തുഷാറിനെതിരെയും മറ്റ് ഭാരവാഹികൾക്കെതിരെയുമുള്ള ഹൈക്കോടതി നടപടി. ഒരു കാലഘട്ടം മുഴുവൻ SNDP തന്റെ കൈപ്പിടിയിലൊതുക്കിയ വെള്ളാപ്പള്ളിക്കൊടുവിൽ പിഴച്ചു. എന്നാൽ കഴിഞ്ഞ കുറെ കാലമായി പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന റോഡിലായിരുന്നു വെള്ളാപ്പള്ളി കേരളത്തിന് മുന്നിൽ അവതരിച്ചിരുന്നത്. പിണറായി വിജയൻ വീണ്ടും കേരളം ഭരിക്കുമെന്നാണ് വെള്ളാപ്പള്ളി തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത്. ശിവഗിരി മഠത്തിന്റെ രാഷ്ട്രീയം എന്ത്? കേരള രാഷ്ട്രീയത്തിൽ അവർ എങ്ങനെ ഇടപെട്ടിരുന്നു? എന്തുകൊണ്ടാണ് ദീർഘകാലം ശിവഗിരി മഠം കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ വെറുത്തത്? AK ആന്റണി ശിവഗിരി മഠത്തോട് ചെയ്ത ആ കൊടും ക്രൂരത. വെള്ളാപ്പള്ളി നടേശനെ വളർത്തിക്കൊണ്ടുവന്ന ശാശ്വതികാനന്ദ, പിന്നീട് വെള്ളാപ്പള്ളി നടേശന് ശാശ്വതികാനന്ദയുടെ പക, ഒടുവിൽ ശാശ്വതികാനന്ദയുടെ ദുരൂഹ മരണം. ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി സംഭവങ്ങളുണ്ട്. അതൊരു വല്ലാത്ത കഥയാണ്. മുൻപ് CPM പാർട്ടിയിൽ ഏറെ നേതാക്കളുണ്ടായിരുന്നത് ഈഴവ സമുദായത്തിൽ നിന്ന്. എന്നാൽ കാലക്രമേണ ഇപ്പോൾ ഈഴവ സമുദായ അംഗങ്ങൾ CPMനുള്ളിൽ തന്നെ കുറയുന്നു. 90-95 കാലഘട്ടം. അന്ന് ശാശ്വതികാനന്ദ സ്വാമിയായിരുന്നു ശിവഗിരിയിലെ കരുത്തൻ. രാഘുലനും ഗോപിനാഥനുമൊക്കെ അന്ന് SNDP നയിക്കുന്നു. SNDP യോഗം ഒരു വശത്ത്, മറുവശത്ത് ശാശ്വതികാനന്ദയുടെ കീഴിൽ ഭദ്രമായ ശിവഗിരി മഠം. AK ആന്റണിയുടെ കാലഘട്ടം. അന്ന് വക്കം പുരുഷോത്തമനും CV പത്മരാജനുമൊക്കെ ശിവഗിരിയുമായി ഇടപെടുന്ന കാലഘട്ടം. വക്കം പുരുഷോത്തമനും CV പത്മരാജനുമൊക്കെ ഈഴവ സമുദായത്തിന്റെ പേരിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനുള്ള മോഹം അവരുടെ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. എന്നാൽ മറുവശത്ത് ശാശ്വതികാനന്ദ സ്വാമി എന്നും കരുണാകരന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. കരുണാകരൻ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി പല വേദികളിലും ശാശ്വതികാനന്ദ സ്വാമിയെ അവതരിപ്പിച്ചു. തനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ശാശ്വതികാനന്ദ സ്വാമിയെ വിളിക്കുക പതിവായിരുന്നു കരുണാകരൻ. മുഖ്യമന്ത്രി പദമോഹം ഉള്ളിലുള്ള വക്കം പുരുഷോത്തമനും CV പത്മരാജനുമൊക്കെ ശാശ്വതികാനന്ദയുമായി ഇത്തിരി അകലം പാലിച്ചു. ശാശ്വതികാനന്ദയ്ക്ക് പകരം മറ്റൊരു കരുത്തനെ ശിവഗിരിയിൽ വളർത്തിയെടുക്കണമെന്ന് ആ കോൺഗ്രസ് നേതാക്കളുടെ ഉള്ളിൽ ആഗ്രഹം. അന്ന് SNDP യോഗം കൈകാര്യം ചെയ്തിരുന്നത് മിക്കതും
ശിവഗിരി മഠത്തിന്റെ സ്വത്തുക്കൾ, വർക്കല SN കോളേജും അതിനോട് ചേർന്ന 10 ഏക്കറുമൊക്കെ അന്ന് SNDP യോഗത്തിന്റെ കയ്യിൽ. എന്നാൽ ഈ സ്വത്ത് തിരികെ ശിവഗിരി മഠത്തിന് വേണമെന്ന് ശാശ്വതികാനന്ദ സ്വാമി ശഠിച്ചു. കോളേജ് വിട്ടുതരാൻ കഴിയില്ല എന്ന നിലപാടായിരുന്നു SNDP യോഗത്തിന്. അങ്ങനെയെങ്കിൽ അവിടെയുള്ള 10 ഏക്കർ അധിക ഭൂമി തങ്ങൾക്ക് വേണമെന്ന് ശിവഗിരി മഠം ആവശ്യപ്പെട്ടു. ഇതിനിടയിലാണ് ശിവഗിരി മഠത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ശാശ്വതികാനന്ദ ഒരു വിദേശയാത്രയ്ക്ക് പുറപ്പെടുന്നു. തന്റെ ഏറ്റവും വിശ്വസ്തനായ കൈവല്യാനന്ദയെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് ചുമതലകൾ ശാശ്വതികാനന്ദയെ ഏൽപ്പിക്കുന്നു. വിദേശത്തേക്ക് പോകുമ്പോൾ ശാശ്വതികാനന്ദ തെരഞ്ഞെടുക്കപ്പെടേണ്ടവരുടെ ഒരു ലിസ്റ്റ് കൈവല്യാനന്ദയെ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ അതിൽ 3 പേരെ കൈവല്യാനന്ദ വെട്ടി. അവർ കൃത്യസമയത്ത് എത്തിയില്ല എന്നാണ് കൈവല്യാനന്ദ സ്വാമി ശാശ്വതികാനന്ദയോട് പറഞ്ഞത്. പകരം കൈവല്യാനന്ദ സ്വാമിക്ക് താല്പര്യമുള്ള 3 പേരെ ലിസ്റ്റിൽ തിരികെ കയറ്റി. ബ്രഹ്മ വിദ്യാർത്ഥിയായതിനു ശേഷം ആ കോഴ്സ് പൂർത്തിയാക്കി അവർ സാക്ഷ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമേ സാധാരണ ബോർഡിലെടുക്കാവൂ. വിദേശയാത്രയൊക്കെ കഴിഞ്ഞ് തിരികെ വന്ന ശാശ്വതികാനന്ദയോട് കാര്യങ്ങൾ അത്ര സുഗമമായ നിലയിലല്ല ഇവിടെ പോകുന്നത് എന്ന് അന്തേവാസികൾ പറഞ്ഞു. ശാശ്വതികാനന്ദയ്ക്ക് മനസ്സിലായി താൻ അത്രയേറെ വിശ്വസിച്ചിരുന്ന കൈവല്യാനന്ദ തന്നെ ചതിച്ചുവെന്ന്. ഈ തെരഞ്ഞെടുപ്പ് ശാശ്വതികാനന്ദയ്ക്ക് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. തുടർന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പിന് ശാശ്വതികാനന്ദ നിർദ്ദേശം വച്ചു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ശാശ്വതികാനന്ദയുടെ പാനൽ വിജയിച്ചു വരുന്നു. എന്നാൽ മറുപക്ഷം നേരെ കേസുമായി ആറ്റിങ്ങൽ കോടതിയിലേക്ക്, അതിനുശേഷം ഹൈക്കോടതിയിലേക്ക്. ഒടുവിൽ ഹൈക്കോടതി പഴയ ഭാരവാഹികൾക്ക് ഭരണം തിരികെ കൊടുക്കാൻ ഉത്തരവിടുന്നു. ഇവിടെയാണ് കേരള രാഷ്ട്രീയം തലകുത്തായി വീണ ഒരു ക്രൂര സംഭവം അരങ്ങേറുന്നത്. കേരള കൗമുദി അന്ന് തലക്കെട്ട് എഴുതിയ അതേ വാക്യം വീണ്ടും ആവർത്തിച്ചാൽ അന്നാണ് ശിവഗിരിയിൽ തീമേഘം പെയ്തിറങ്ങിയത്. ശിവഗിരി മഠത്തിലെ തർക്കങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് AK ആന്റണിക്ക് മുന്നിൽ വക്കം പുരുഷോത്തമനും CV പത്മനാഭനുമൊക്കെ കടുത്ത നിലപാടെടുക്കുന്നു. ശിവഗിരിയിൽ സർക്കാർ ശക്തമായി ഇടപെടണം. തെരഞ്ഞെടുപ്പിൽ ജയിച്ച സന്യാസിമാർക്ക് അധികാരം കൈമാറാൻ മറുവിഭാഗം തയ്യാറാകുന്നില്ല. നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രകാശാനന്ദയ്ക്ക് അധികാരം കൈമാറാൻ വേണ്ട നടപടികളെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ്. ഈ ഉത്തരവ് നടപ്പിലാക്കാൻ അന്ന് AK ആന്റണി തീരുമാനമെടുക്കുന്നു. അതാണ് AK ആന്റണിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പടയത്തരം. 1995 ഒക്ടോബർ 11 രാവിലെ 500 പേരടങ്ങുന്ന പോലീസ് സംഘം അങ്ങനെ ശിവഗിരി മഠം വളപ്പിൽ പ്രവേശിക്കുന്നു. ശിവഗിരി മഠം പ്രദേശം പൂർണ്ണ സംഘർഷഭരിതമാകുന്നു. പ്രകാശാനന്ദയുടെ എതിർവിഭാഗമായ സ്വാമി ശാശ്വതികാനന്ദയെ അനുകൂലിച്ച 2000-ലധികം വരുന്ന അനുയായികൾ അവർ പോലീസിനെ പ്രതിരോധിക്കുന്നു. തുടർന്ന് അതിശക്തമായി പ്രതിഷേധക്കാരെ നേരിടുന്ന പോലീസ്. കേരള രാഷ്ട്രീയത്തിലും UDF മുന്നണിയിലും പിന്നീട് ദൂരവ്യാപക പ്രത്യാഘാതങ്ങളാണ് ഈ സംഭവം സൃഷ്ടിച്ചത്. ഇത് ഈഴവ സമുദായത്തിൻ്റെ മനസ്സ് വേദനിച്ചു. അവർ പിന്നീട് LDFിലേക്ക് ഒരുമയോടെ ചേക്കേറാനുള്ള കാരണവും ഇതുതന്നെ. 1 വർഷം മുമ്പ് ശിവഗിരിയിൽ നടന്ന പോലീസ് ഇടപെടലിന്റെ പേരിൽ AK ആന്റണി മാപ്പ് പറഞ്ഞു. എന്നാൽ സ്വാമി ശുഭാകാനന്ദ പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പോലീസ് നരനായാട്ടിൽ ഇപ്പോൾ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. ശിവഗിരി മഠത്തിൽ അന്ന് നടന്ന പോലീസ് നടപടി അംഗീകരിക്കാൻ കഴിയില്ല. അന്ന് നടന്നത് നരനായാട്ടായിരുന്നു. അതിന് ദൃക്സാക്ഷിയാണ് താൻ എന്ന് ശുഭാകാനന്ദ പറഞ്ഞു. ഒരു ആരാധനാലയത്തിൽ പോലീസ് കയറി വന്ന് ചെയ്യുന്ന പ്രവൃത്തിയല്ല അന്ന് പോലീസിന്റെ ഭാഗത്തു നിന്ന് കണ്ടത്. പോലീസ് നടപടിയിലൂടെ അന്ന് പ്രകാശാനന്ദ പക്ഷത്തിന് ഭരണം കൈമാറുന്നു. ശാശ്വതികാനന്ദ വെറുതെ ഇരുന്നില്ല. പിന്നീട് അദ്ദേഹം 6 വർഷം നീണ്ടുനിന്ന ഒരു നിശബ്ദ വിപ്ലവത്തിലൂടെ SNDP യോഗത്തിന്റെ ഭാരവാഹികളെ അട്ടിമറിച്ചു. രാഹുലിനെയും ഗോപിനാഥിനെയും ഒക്കെ പുറത്താക്കിക്കൊണ്ട് ശാശ്വതികാനന്ദ തന്റെ കരുത്ത് തെളിയിച്ചു. ശിവഗിരി ആക്ഷൻ കൗൺസിലിന് അദ്ദേഹം രൂപം കൊടുക്കുകയും കേരളത്തിന്റെ അങ്ങേ അറ്റത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് വലിയൊരു യാത്ര നടത്തുകയും ചെയ്തു. ശിവഗിരി മഠത്തിൽ നടന്ന മുഴുവൻ സംഭവങ്ങളും അന്ന് ശാശ്വതികാനന്ദ വിവരിച്ചു. RSS ശിവഗിരി മഠത്തെ കൈപ്പിടിയിലൊതുക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ നീക്കങ്ങളാണ് നമ്മൾ അവിടെ കണ്ടത്. കൈവല്യാനന്ദയിലൂടെ ചില അട്ടിമറികൾ അവിടെ നടന്നു. പിന്നീട് പ്രകാശാനന്ദ ഉൾപ്പെടെയുള്ളവർ അതിന് കൂട്ടുപിടിച്ചു. കേരളത്തിലെ ഈഴവ സഹോദരങ്ങൾ തനിക്കൊപ്പം നിൽക്കണമെന്ന് ശാശ്വതികാനന്ദയുടെ അഭ്യർത്ഥന. പിന്നീട് ശാശ്വതികാനന്ദ മുൻകൈയെടുത്ത് SNDP യോഗത്തിനെ അടിമുടി വാർത്തെടുക്കുന്നു. പുതിയ പ്രസിഡന്റായി പ്രതാപ് സിംഗ് വരുന്നു. വൈസ് പ്രസിഡന്റായി വെള്ളാപ്പള്ളിയെയാണ് നിയോഗിക്കുന്നത്. സെക്രട്ടറിയായി വിദ്യാസാഗർ. എന്നാൽ സഞ്ചിയിൽ പണവുമായി അന്ന് കടന്നു വന്ന വെള്ളാപ്പള്ളി വിദ്യാസാഗറിനെ അടിമുടി അട്ടിമറിച്ചു. വിദ്യാസാഗർ പറഞ്ഞു തനിക്ക് സെക്രട്ടറി ആകാൻ താല്പര്യമില്ല, വെള്ളാപ്പള്ളി നടേശൻ സെക്രട്ടറി ആവട്ടെ. അങ്ങനെ കയ്യിലെ സഞ്ചിയിലുള്ള പണത്തിന്റെ കരുത്തിൽ വെള്ളാപ്പള്ളി സെക്രട്ടറി സ്ഥാനത്തെത്തുന്നു. 1995 ഒക്ടോബർ 11
ശ്വാശ്വതികാനന്ദ പക്ഷത്തെ പുറത്താക്കി പ്രകാശാനന്ദ പക്ഷം ശിവഗിരി മഠത്തിൻ്റെ ഭരണം പിടിച്ചതെങ്കിൽ 2001 ഒക്ടോബർ 11 ശ്വാശ്വതികാനന്ദ ശിവഗിരിയുടെ നിയന്ത്രണം തിരിച്ചുപിടിക്കുന്നു. ഇതിനിടയിൽ വെള്ളാപ്പള്ളി നടേശനുമായി മാനസികമായി ഏറെ അകലത്തിലായി ശ്വാശ്വതികാനന്ദ. വെള്ളാപ്പള്ളിയുടെ ലക്ഷ്യങ്ങൾ തിരിച്ചറിഞ്ഞ ശ്വാശ്വതികാനന്ദ പലപ്പോഴും അതിൽ നിന്ന് അദ്ദേഹത്തെ വിലക്കാൻ ശ്രമിച്ചു. എന്നാൽ വെള്ളാപ്പള്ളി SNDP യോഗത്തെ കുടുംബസ്വത്താക്കി മാറ്റി തൻ്റെ സ്വാർത്ഥ നേട്ടങ്ങൾക്ക് ആ പ്രസ്ഥാനത്തെ ഉപയോഗിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ ശ്വാശ്വതികാനന്ദ ഏറെ ദുഃഖിച്ചു. ശ്വാശ്വതികാനന്ദ പക്ഷത്ത് ആദ്യം ചേർന്ന വെള്ളാപ്പള്ളിയെ പിന്നീട് ഒരിക്കൽ പോലും പ്രകാശാനന്ദ അനുകൂലിച്ചിരുന്നില്ല. ശിവഗിരി മഠത്തിൻ്റെ അധികാരം പിടിച്ചെടുത്ത് കേവലം 2 വർഷം കഴിഞ്ഞപ്പോൾ കേരളത്തെ നടുക്കിക്കൊണ്ട് ശ്വാശ്വതികാനന്ദയുടെ മരണം. ശിവഗിരി മഠത്തിന്റെ മുൻ അധ്യക്ഷൻ ശ്വാശ്വതികാനന്ദയുടെ മരണം കൊലപാതകം തന്നെയെന്ന് പ്രകാശാനന്ദ അന്ന് തുറന്നു പറഞ്ഞു. മൃതദേഹം കണ്ടപ്പോൾ തന്നെ അതൊരു സ്വാഭാവിക മരണമല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ശ്വാശ്വതികാനന്ദയുടെ മരണത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പ്രകാശാനന്ദ രംഗത്തെത്തി. ശ്വാശ്വതികാനന്ദയുടെ നെറ്റിയിൽ മുറിവുണ്ടായിരുന്നു. മൃതദേഹം കമ്പുകൊണ്ട് കുത്തി കരക്കടുപ്പിച്ചപ്പോൾ ഉണ്ടായ മുറിവാണ് അതെന്ന് തന്നോട് പറഞ്ഞിരുന്നു അവിടെയുണ്ടായിരുന്നവർ. വെള്ളാപ്പള്ളി നടേശനുമായി യാതൊരുവിധ അടുപ്പവും പ്രകാശാനന്ദയുടെ നേതൃത്വത്തിലുള്ള ശിവഗിരി മഠത്തിനില്ല. എന്നാൽ അവർ കൂടുതൽ അടുത്തിരിക്കുന്നത് ഗോകുലം ഗോപാലിനോടും ബിജു രമേശിനോടും. വെള്ളാപ്പള്ളി നടേശനെതിരെ ശ്വാശ്വതികാനന്ദയുടെ സമാധിയെ തുടർന്ന് നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നു. അതൊരു കൊലപാതകമാണെന്നും ചൂണ്ടുവിരൽ വെള്ളാപ്പള്ളിയിലേക്ക് നീളുന്നതും കേരളം കണ്ടു. ശ്വാശ്വതികാനന്ദ പക്ഷം അധികാരം പിടിച്ചെടുത്ത ശിവഗിരി മഠത്തിന് പിന്നീട് സംഭവിച്ചത് വളരെ അസ്വാഭാവികമായ നിരവധി കാര്യങ്ങൾ. സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് പരിപൂർണൻ കമ്മീഷൻ ശിവഗിരിയിലേക്ക് വരുന്നു. നിലവിലുണ്ടായിരുന്ന 11 പേരെ പുറത്താക്കി പഴയ ജയിച്ചു വന്ന 17 പേരെ പരിപൂർണ കമ്മീഷൻ നിയോഗിക്കുന്നു. സൂക്ഷ്മാനന്ദ സ്വാമി കൂടുതൽ കരുത്താർജിക്കുന്ന കാഴ്ചയാണ് പിന്നീട് ശിവഗിരി മഠത്തിൽ കണ്ടത്. സൂക്ഷ്മാനന്ദ സ്വാമിയെക്കുറിച്ച് RSS നോമിനി എന്ന ആരോപണവും ഉയർന്നു. ഒടുവിൽ ഹൈക്കോടതിയിൽ വെച്ച് ശിവഗിരി മഠത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അങ്ങനെ ഋതംബരയും പ്രകാശാനന്ദയും വീണ്ടും അധികാരത്തിലെത്തി. ശിവഗിരി മഠത്തിനു വേണ്ടി വാദിക്കാനെത്തിയവർ നമുക്കറിയാവുന്ന സാധാരണ അഭിഭാഷകർ. രാജം ബാബുവും പരാശരനുമൊക്കെ ശിവഗിരി മഠത്തിനു വേണ്ടി വാദിച്ചപ്പോൾ മറുവശത്ത് അരുൺ ജെയ്റ്റ്ലി, മുഗൾ റോത്തക്കി, വേണുഗോപാൽ തുടങ്ങിയ പ്രഗത്ഭ സുപ്രീം കോടതി അഭിഭാഷകരെ മറുപക്ഷം കളത്തിലിറക്കി. ഇതിനു പിന്നിൽ RSSകാരുടെ ഇടപെടലുണ്ട് എന്ന ആരോപണം ശ്വാശ്വതികാനന്ദ പക്ഷം ഉയർത്തി. ശിവഗിരി മഠത്തിൽ തനിക്ക് റോളൊന്നുമില്ല, ശിവഗിരി മഠം തന്നെ അകറ്റുന്നു എന്ന് തിരിച്ചറിഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ SNDP യോഗത്തെ തൻ്റെ കുടുംബസ്വത്താക്കി. പണം മാത്രമല്ല, SNDP യോഗത്തിൻ്റെ ആസ്തികളും തൻ്റെ സ്വാർത്ഥതയിലേക്ക് ചേർക്കാനുള്ള ശ്രമങ്ങൾ പിന്നീട് വെള്ളാപ്പള്ളി നടത്തി. മകൻ തുഷാർ വെള്ളാപ്പള്ളി BDJS തുടങ്ങിയതോടെ ശിവഗിരി മഠം തുഷാറിനെ തള്ളിപ്പറഞ്ഞു. പിന്നീട് ശിവഗിരി മഠത്തിലേക്ക് ഇരുവരെയും അടുപ്പിക്കാതായി. ശ്വാശ്വതികാനന്ദയുടെ ആദ്യകാല വിശ്വസ്തൻ, പിന്നീട് ശ്വാശ്വതികാനന്ദ തന്നെ ചതിച്ചു എന്ന് കരുതിയ കൈവല്യാനന്ദ ശിവഗിരി മഠത്തിൽ നിന്നിറങ്ങി പത്മനാശ്രമത്തിലായിരുന്നു പിന്നീടുള്ള ജീവിതം. എന്നാൽ പുതിയ സംവിധാനം ശിവഗിരി മഠത്തിൽ ശക്തിപ്പെട്ടതോടെ കൈവല്യാനന്ദ തിരിച്ച് ശിവഗിരി മഠത്തിലേക്ക്. ശിവഗിരി മഠത്തിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറിയായ ശുഭാംഗാനന്ദ പൊതുവെ LDF മനോഭാവമുള്ളയാളാണ്. CPMനോട് കൂടുതൽ അടുപ്പം. കടകംപള്ളി സുരേന്ദ്രൻ വഴി പിണറായി വിജയനുമായി വല്ലാത്ത ചങ്ങാത്തത്തിലാണ് ശുഭാംഗാനന്ദ. എന്നാൽ സച്ചിദാനന്ദത്തിന്റെ കോൺഗ്രസ് ബന്ധം ഇപ്പോഴും തുടരുന്നു. നേരത്തെ ശിവഗിരി മഠത്തിൽ ഏറെ കരുത്തനായിരുന്ന സൂക്ഷ്മാനന്ദ സ്വാമിയെ പിന്നീട് ഒതുക്കി ഇപ്പോൾ പാലോടുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയാണ് വിശ്രമ ജീവിതം. കേരളത്തിലെ ഈഴവ സമുദായത്തിലുള്ള സഹോദരങ്ങളുടെ മനസ്സിൽ ഒരു ആരാധനാലയമായി ഇപ്പോഴും ശിവഗിരി മഠത്തെക്കുറിച്ചുള്ള ചിന്തകൾ. എന്നാൽ മറുവശത്ത് രാഷ്ട്രീയമാണ് ഇപ്പോൾ ശിവഗിരി മഠത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കേൾക്കുന്നത്. ക്രിസ്ത്യൻ സഭയിലെ മെത്രാന്മാരും മുസ്ലിം സമുദായ സംഘടനാ നേതാക്കളുമൊക്കെ രാഷ്ട്രീയത്തിൽ ഇടപെടുമ്പോൾ എന്തുകൊണ്ട് ഈഴവ സമുദായം മാത്രം മാറി നിൽക്കണമെന്ന ചോദ്യം തീർത്തും പ്രസക്തമാണ്. എന്നാൽ അതിലപ്പുറം പല രാഷ്ട്രീയ ചേരിതിരിവുകളും ഇപ്പോൾ ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തിനുണ്ട്. RSS BJP കൂടുതൽ ശക്തിപ്പെടുന്ന കാഴ്ച. മറുവശത്ത് ഈഴവ വോട്ടുകൾ ഒരു കാലത്ത് തങ്ങളുടെ വോട്ടുപെട്ടിയിലാക്കിയിരുന്ന CPMന് ഇപ്പോൾ ചുവടുകൾ പിഴയ്ക്കുന്നു. 2021 അന്ന് CPM പുറത്തെടുത്ത മുസ്ലിം പ്രീണനം ഈഴവ സമുദായത്തിലെ വോട്ടുകൾ വൻതോതിൽ ചോർച്ച വരാൻ ഇടയാക്കി. അത് തിരികെ പിടിക്കുകയായിരുന്നു ഇക്കുറി പിണറായി വിജയന്റെ മറുവിദ്യ. എന്നാൽ അതും അടപടലം പാളിയോ എന്ന സംശയം. ഇപ്പോഴിതാ ശിവഗിരി മഠവും വെള്ളാപ്പള്ളിയും നേർക്കുനേർ നിൽക്കുന്ന കാഴ്ച. ശിവഗിരി മഠം സച്ചിദാനന്ദയിലൂടെ കോൺഗ്രസിലേക്ക് അടുക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് ശുഭാംഗാനന്ദ LDFിലേക്ക്, പിണറായിയിലേക്ക് സമുദായത്തെ കൂടുതൽ
അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. എന്നാൽ RSSന് പണ്ടത്തേതിനേക്കാൾ വലിയ ഗ്രിപ്പ് ഇപ്പോൾ ശിവഗിരിയിലുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.